വിമാനവാഹിനി കപ്പലുകൾ എന്ന് പറഞ്ഞാൽ കടലിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന വളരെ വലിയ എയർഫീൽഡ് അല്ലെങ്കിൽ ഒരു എയർപോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അതായത് ശത്രുരാജ്യങ്ങളുടെ കൺമുമ്പിൽ ഇത് പൂർണ്ണമായിട്ട് മറച്ചു വെക്കുന്നത് ഒരു പരിധിവരെ അസാധ്യമാണെന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാനിന് ഇതും കഴിയുമായിരുന്നു. അതിനുവേണ്ടി ഒരു ടെക്നോളജി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിനൊരു അന്തർവാഹിനി അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിമാനങ്ങളിൽ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്ന ഒരു അന്തർവാഹിനി, അതായത് 3 വിമാനങ്ങൾക്ക് ഈ ഒരു അന്തർവാഹിനിയിൽ കയറ്റാൻ സാധിക്കും, ഈ ഒരു സബ്മറൈനിൽ കയറ്റാൻ പറ്റുമായിരുന്നു. അതായത് ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഏകദേശം ഇങ്ങനെയാണ്. ഈ വിമാനങ്ങൾ മുങ്ങിക്കപ്പലിൻ്റെ അകത്തിലോട്ട് ലൈറ്റായിട്ട് കയറ്റി, അത് കടലിലോട്ട് ലൈറ്റായിട്ട് ഇറക്കും, എന്നിട്ട് മൊത്തമായിട്ട് ഇറക്കൂല കേട്ടോ, ചെറുതായിട്ട് ഇറക്കും. അതിനുശേഷം ഈ ഒരു അന്തർവാഹിനിൻ്റെ അകത്തിലോട്ടൊക്കെ കയറ്റുകയാണ് ചെയ്യുക. അതിൽ 3 വിമാനങ്ങൾ ഒരു അന്തർവാഹിനിയിൽ കയറ്റാൻ പറ്റുമായിരുന്നു. അതിൽ 3 മുങ്ങിക്കപ്പലുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പൂർണ്ണമായിട്ട് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വിമാനവാഹിനി കപ്പലുകളും കാര്യങ്ങളൊക്കെ ആക്ച്വലി അമേരിക്കൻ്റെയും ഫ്രാൻസിൻ്റെയും കയ്യിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു വട്ടം ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ അടുത്ത 20 വർഷത്തേക്ക് ഇന്ധനം നിറക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു വട്ടം ഇന്ധനം നിറച്ചു കഴിഞ്ഞാൽ അടുത്ത 20 വർഷത്തേക്ക് പിന്നീട് ഒരിക്കലും ഇന്ധനം നിറക്കാണ്ട് ഈ കപ്പലുകൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഓടിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഈ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത.